നമസ്കാരം. ഇന്നിതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട കൊലപാതകം, 10 പേർ അറസ്റ്റിൽ. അരുണാചൽ പ്രദേശ് സ്വദേശിയായ 26 വയസ്സുകാരൻ അശോക് ദാസാണ് ആൾക്കൂട്ട മർദ്ദനമേറ്റു മരിച്ചത്. പെൺസുഹൃത്തിനെ കാണാനെത്തിയ അശോക് ദാസിനെ പ്രതികൾ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. വിനീത ബി.ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെ ഒരു മർദ്ദനത്തിന് കാരണമായതെന്ത്? പോലീസ് ഏറ്റവും ഒടുവിലായി സ്വീകരിക്കുന്ന നടപടികൾ, വിശദാംശങ്ങൾ എങ്ങനെ വിനീത? ഒരു ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആ ഒരു മർദ്ദനത്തിലുണ്ടായ ഒരു കൊലപാതകം എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട 10 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസാണ് 10 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ആ പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ 10 പേരുടെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാളകത്ത് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ ഒരു പെൺസുഹൃത്തിനെ കാണുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയിരുന്നത്. ഈ കണ്ടുമടങ്ങുന്നതിനിടയിൽ പെൺസുഹൃത്തുമായി അശോക് ദാസ് എന്തോ തർക്കത്തിൽ, അവർക്കിടയിൽ എന്തോ തർക്കമുണ്ടായി എന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ തർക്കമുണ്ടാവുകയും ഇതിനിടയിൽ അശോക് ദാസ് കൈകൊണ്ട് ചില്ല് ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അശോക് ദാസിന്റെ ശരീരത്തിലൊക്കെ ഈ രക്തക്കറ, കയ്യിലൊക്കെ രക്തക്കറ ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്തിയ നാട്ടുകാർ അശോക് ദാസിനെ അവിടെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അവിടെ പിടിച്ചു നിർത്തി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. 10 പേർ അടങ്ങുന്ന സംഘം ചേർന്നാണ് അശോക് ദാസിനെ മർദ്ദിച്ചത്. തുടർന്ന് പിന്നീട് ഈ അവശനായ അശോക് ദാസിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ സംരക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കയ്യിൽ നിന്ന് രക്തം വാർന്നതായിരിക്കാം മരണകാരണം എന്നുള്ളതായിരുന്നു ഒരു പ്രാഥമിക സംശയത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ പിന്നാലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിവരപ്രകാരം തലക്കേറ്റ ക്ഷതം, ഒപ്പം തന്നെ നെഞ്ചിലേറ്റ മാരകമായിട്ടുള്ള ക്ഷതമാണ് ഈ മരണകാരണമെന്നാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ആൾക്കൂട്ട മർദ്ദനമെന്ന് തന്നെയാണ് പോലീസും ഈ സംഭവം പറയുന്നത്. വിനിത, ഇന്നലെ ഈ അശോക് ദാസിനെ ഈ സംഭവത്തിന് ശേഷം ആശുപത്രിയിലേക്കൊക്കെ മാറ്റുന്നത് ആരാണ്? ഇന്നലെ തന്നെ പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു, ഈ മർദ്ദന സമയത്ത് തന്നെ വിനീത? തീർച്ചയായും ആദ്യഘട്ടത്തിൽ പോലീസ് അസ്വാഭാവികമായ മരണമെന്ന തരത്തിലാണ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുള്ളതായിട്ടാണ് ആ പോസ്റ്റ്മോർട്ടം വിവരങ്ങളിൽ പറയുന്നത്. അങ്ങനെ തലക്കേറ്റ ക്ഷതം, ഒപ്പം തന്നെ നെഞ്ചിനേറ്റ ക്ഷതമൊക്കെയാണ് ഈ മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ പറയുന്നത്. ഈ വിവരപ്രകാരമാണ് ഇപ്പോൾ 10 പേരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് ഈ വാളകം കവലയിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇവിടെയുള്ള ക്ഷേത്ര കവാടത്തിന് മുന്നിലെ ഇരുമ്പ് തൂണിലാണ് അശോക് ദാസിനെ ഈ നാട്ടുകാർ ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അവശനിലയിലായ അശോക് ദാസിനെ പിന്നീട് പോലീസ് തന്നെ സ്ഥലത്തെത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചതെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഈ നീക്കത്തിനിടയിൽ അശോക് ദാസ് മരിക്കുകയായിരുന്നു. ഈ തലയ്ക്കും നെഞ്ചിനുമേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് ഇപ്പോൾ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വിവരങ്ങൾ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ കയ്യിലേറ്റ മുറിവ്, ഈ കയ്യിലെ ഞരമ്പിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നുവെന്നും അങ്ങനെ ഉണ്ടായ മരണമായിരിക്കാമെന്നുമൊക്കെയാണ് പോലീസും കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ കൂടി ലഭ്യമാവുന്ന പശ്ചാത്തലത്തിലാണ് അത് ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഫലമായി തന്നെ ഉണ്ടായ ഒരു മർദ്ദനം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്ന തരത്തിലേക്ക് പോലീസ് എത്തിയത്. തുടർന്ന് ഈ പ്രതികളെ ഇന്നലെ തന്നെ 10 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലേക്ക് എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട്. മൂവാറ്റുപുഴ പോലീസാണ് ഇപ്പോൾ ഈ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിജിത്ത്, വിനിത, ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള നടപടിയിലേക്കൊക്കെ പോലീസ് ഇതിനോടകം കടന്നു കഴിഞ്ഞിട്ടുണ്ടോ? ഈ 10 പേർക്ക് അപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കാളിത്തമുള്ളവരുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് വിനീത? റിജിത്തിന്റെ പ്രൊസീജിയേഴ്സ് ഇപ്പോഴും സ്റ്റേഷനിൽ പുരോഗമിക്കുന്നുവെന്നാണ് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. കാരണം 10 പേരുണ്ട്. വളരെ വിശദമായി എല്ലാവരുടെയും മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവരെ വളരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പെൺകുട്ടിയിൽ നിന്നും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ഈ 10 പേരെയും ഈ 10 പേരിൽ ചിലരെയൊക്കെ അവർ തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 10 പേരുടെയും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ അശോക് ദാസ് ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്തിരുന്നത്
ചെയ്തിരുന്നതെന്നും ആ ഹോട്ടലിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഈ പെൺസുഹൃത്തിനെ കാണുന്നതിന് വേണ്ടിയാണ് അശോക് ദാസ് രാത്രിയോടുകൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ അശോക് ദാസിന്റെ കയ്യിൽ ഏറ്റ മുറിവൊക്കെ നാട്ടുകാരെ വലിയ രീതിയിലേക്ക് പരിഭ്രാന്തപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നാട്ടുകാർ എത്തിയിരിക്കുന്നു. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പോലീസിനെ അറിയിക്കാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ അറിയിക്കാതെ അവർ ആ പ്രതിയെ അവിടെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ മരണകാരണമെന്നും ഇതാ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുകയാണ്. റിജിത്ത്, ഇന്നലെ എത്ര മണിയോടുകൂടിയാണ് ഈ അശോക് ദാസ് അവിടേക്ക് എത്തുന്നത്? പിന്നീട് ഈ നാട്ടുകാരുടെ ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ വീട്ടുകാർ അറിയിക്കുകയായിരുന്നോ, അതോ ഈ ബഹളം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെത്തുകയായിരുന്നു? വിനിത, ഇന്നലെ രാത്രിയോടുകൂടിയാണ് അശോക് ദാസ് ഈ സുഹൃത്തിനെ കാണുന്നതിനായി എത്തിയത്. ഒപ്പം ഈ സുഹൃത്തുമായി അദ്ദേഹം എന്തോ തരത്തിൽ തർക്കത്തിലേക്ക് ഏർപ്പെട്ടു. ഒപ്പം കയ്യിൽ ഈ തർക്കത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ല് കൈകൊണ്ട് അശോക് ദാസ് ഇടിച്ചു. അതിനിടയിൽ അശോക് ദാസിന്റെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വീട്ടിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് അശോക് ദാസിനെ നാട്ടുകാർ കാണുന്നത്. ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന നാട്ടുകാരിൽ ചിലർ, ഈ മർദ്ദിച്ചതിൽ ചിലർ ചോദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ അതിന് അശോക് ദാസ് മറുപടി നൽകിയിരുന്നില്ല. പിന്നീട് പോലീസിനെ അവർ വിവരം അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഉള്ള ഈ പ്രതികൾ അവർ അശോക് ദാസിനെ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അതിക്രൂരമായി മർദ്ദിച്ച അശോക് ദാസിനെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. റിജിത്ത്, ശരി. വിനിത ബിജി വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും നടക്കുന്ന സംഭവമാണ് മൂവാറ്റുപുഴയിൽ ഉണ്ടായിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകം നടന്നിരിക്കുന്നു. 10 പേർ അറസ്റ്റിലായിരിക്കുന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയായ 26 വയസ്സുകാരനെയാണ് അശോക് ദാസ് എന്ന 26 വയസ്സുകാരനെയാണ് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പെൺസുഹൃത്തിനെ കാണാനെത്തിയ അശോക് ദാസിനെ പ്രതികൾ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇപ്പോൾ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വിനീത വി ജി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇഡിക്ക് പിന്നാലെ ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്യുന്നു. കരുവന്നൂർ ബാങ്കിലെ CPIM അക്കൗണ്ടുകളെക്കുറിച്ചാണ് ആദായനികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. അതിനിടയിൽ ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിൽ വിവരങ്ങൾ തേടുന്നു? വിശദാംശങ്ങൾ എങ്ങനെ, ശ്രീകാന്ത്? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ED ഓഫീസിന് തൊട്ടു മുന്നിലാണ്. ഇവിടെ ആദായ നികുതി വകുപ്പ് MM വർഗീസിനെ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് MM വർഗീസ് ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാവുകയുണ്ടായത്. രാവിലെ മുതൽ ഈ സമയം വരെ ED ഉദ്യോഗസ്ഥരായിരുന്നു ഈ MM വർഗീസിനെ ചോദ്യം ചെയ്തു പോകുന്നത്. ഇതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ബാങ്ക് അക്കൗണ്ടുകളിലെ പൊരുത്തക്കേടുകൾ അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോൾ MM വർഗീസിനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ ബാങ്കുമായി ഒരു 5 സഹകരണ ബാങ്കുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. അത് പാർട്ടിക്ക് വന്നു ചേർന്ന പണമാണ് എന്ന തരത്തിൽ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ പണം സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അല്പസമയം മുമ്പാണ് ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അത് ആദായ നികുതി വകുപ്പിന്റെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. അതിപ്പോഴും തുടരുകയാണ്. രാവിലെ എത്തിയതാണ് MM വർഗീസ്. ഈ തെരഞ്ഞെടുപ്പിനിടെയാണ് MM വർഗീസ് എത്തിച്ചേർന്നത്. MM വർഗീസ് വരില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. 26-ന് ശേഷം എത്താം എന്നായിരുന്നു ED അറിയിച്ചത്. പക്ഷേ ED വീണ്ടും നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ വരേണ്ടി വന്നു. ഇവിടെ ഹാജരാവുകയും ചെയ്തു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരിയ ശ്രീകാന്ത് ED ഓഫീസിന് മുമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാവിലെ മുതൽ ഈ സമയം വരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ EDയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിന് പിന്നാലെ MM വർഗീസിൽ നിന്ന് ആദായ നികുതി വകുപ്പും വിവരങ്ങൾ തേടുകയാണ്. ശ്രീകാന്ത് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയിൽ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെയാണ് നടപടി. 3 പേരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ അനധികൃത മരമുറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 24 ആണ് പുറത്തു കൊണ്ടുവരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ 3 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2 പേർക്ക് കൂടി സസ്പെൻഷൻ വരുന്നു. ഈ അനധികൃത മരമുറി അറിഞ്ഞിട്ടും ഇടപെട്ടില്ല എന്നുള്ളതാണ് ഇവർക്കുമേലുള്ള വീഴ്ച എന്ന് മനസ്സിലാവുന്നു. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ?
റിജിത്ത്, ഈ സുഗന്ധഗിരിയിൽ ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് 20 മരങ്ങൾ മുറിക്കുന്ന അനുമതിയുടെ മറവിലാണ് വൻതോതിൽ 100-ലേറെ മരങ്ങൾ മുറിച്ച് കടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലുള്ള നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KP സജിപ്രസാദ്, MK വിനോദ് കുമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ. വയനാട് നോർത്ത് DFO മാർട്ടിൻ ലോവലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഈ അനധികൃത മരംമുറി ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇത് തടയുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതായത് റേഞ്ച് ഓഫീസർ ഇക്കാര്യം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സെക്ഷൻ ഓഫീസറായിട്ടുള്ള ചന്ദ്രൻ, അതോടൊപ്പം തന്നെ ബീറ്റ് വാച്ചറായിട്ടുള്ള ജോൺസൺ, മറ്റൊരു വാച്ചറായിട്ടുള്ള ബാലൻ എന്നിവരെയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ മൊത്തം 5 പേർക്കെതിരെ നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ 9 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. വാര്യാട് സ്വദേശി ഇബ്രാഹിം, മീനങ്ങാടി സ്വദേശി അബ്ദുൾ മജീദ്, മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് മണൽവയൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നാസർ, കൈതപ്പുഴ സ്വദേശി ഹസൻകുട്ടി, എരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരാണ് പ്രധാനമായും മരം മുറിക്ക് നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ ക്രെയിനിന്റെ ഓപ്പറേറ്റർമാരും ട്രാക്ടർ ഡ്രൈവർമാരും ഉൾപ്പെടെ 3 പേരെ കൂടി നേരത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് സൂചന. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ പരിശോധന എന്തിന് സൂരജ്? നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇത്തരത്തിലാണ്. അതായത് CPM-ന് ഈ ബാങ്കിൽ, അതായത് തൃശൂർ MG റോഡിലെ ഈ കാണുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 1 മണിക്കൂറിലധികമായി ഈ ഇൻകം ടാക്സ് റെയ്ഡ് ഇവിടെ പുരോഗമിക്കുകയാണ്. അതായത് ഉദ്യോഗസ്ഥരെ അടക്കം ഇതിനകത്ത്, അതായത് 1 മണിക്കൂർ എന്ന് നമുക്ക് ലഭിക്കുന്നു. അതിന് മുൻപ് കയറിയതാണോ എന്നതിൽ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. അതായത് നമുക്ക് ഈ വിവരം കിട്ടിയിട്ട് 1 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അതായത് നിലവിൽ ഇതിനകത്ത് ബാങ്ക് മാനേജർ അടക്കമുള്ളവരുണ്ട്. നമ്മൾ അവിടെ കയറി പകർത്തിയ ദൃശ്യങ്ങളടക്കം നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ബാങ്കിനകത്ത് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പരിശോധിക്കുന്നുണ്ട്. ഇലക്ഷൻ അർജന്റ് ഇൻകം ടാക്സ് എന്ന പേരിലുള്ള വാഹനമായിരുന്നു ഇവിടെ എത്തിയത്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് അകത്തുള്ളത് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം MM വർഗീസിനെ ഇൻകം ടാക്സ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് 100 മീറ്റർ അകലെയുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ബ്രാഞ്ചിലും ഇത്തരത്തിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന് ഇവിടെ അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കരുവന്നൂരിലെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിൽ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും എല്ലാം പ്രവർത്തകർ ചേരുകയാണ്. ഇവരെല്ലാവരും തന്നെ ഈ ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് ഈ ഗൂഗിൾ ബാങ്കിൽ ഈ റെയ്ഡ് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കരുതൽ. അല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി റെയ്ഡ് നടക്കുന്ന ഭാഗമായി ഒരു ഇൻഫർമേഷൻ കിട്ടേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നതും. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മൾ അവിടെ ബാങ്കിൽ കയറി നോക്കിയപ്പോൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ബാങ്ക് മാനേജർ അടക്കം ഉള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, മറ്റു രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അടക്കം ഉള്ള ഒരു ബാങ്ക് തന്നെയാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു മിസ്മാച്ചിങ് കാണുന്നുണ്ട്, കണക്കുകളിൽ മിസ്മാച്ചിങ് കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കരുവന്നൂർ വിഷയടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലടക്കം ഉള്ള വലിയ രീതിയിലുള്ള ഒരു ഭീമമായ തുകയുടെ മിസ്മാച്ചിങ് കാണുന്നുണ്ട്. ആ മിസ്മാച്ചിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കരുവന്നൂർ വിഷയമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ED കഴിഞ്ഞ ദിവസം MM വർഗീസിനടക്കമുള്ള CPM-ന് അക്കൗണ്ട് ഉണ്ട് നിലവിൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ രാത്രി ഈ സമയത്ത് ഇൻകം ടാക്സിന്റെ വണ്ടി വന്നുകൊണ്ട് ഇവിടെ റെയ്ഡ് നടക്കാണ്. മുകളിൽ ഇപ്പോൾ നിങ്ങളടക്കമുള്ളവർ ചാനലുകൾ ഇവിടെ അത് ദൃശ്യങ്ങൾ എടുത്തതാണ്. അപ്പോൾ അവർ കൃത്യമായിട്ടൊരു ഉത്തരം ഇതുവരെ തന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാത്രിയുടെ മറവിൽ ഈ ഒരു സമയത്ത് ഇവിടെ റെയ്ഡ് നടക്കുന്നത് എന്തിനാന്നുള്ളൊരു വിവരം കൃത്യമായിട്ട് പറയുന്നില്ല. നേരത്തെ തുടങ്ങിയ റെയ്ഡാണ്. അതെ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നപ്പോൾ തുടങ്ങിയ ഏകദേശം ഒരു അരമണിക്കൂറോളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെയ്ഡാണ്. അപ്പോൾ നമ്മളിത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് വെച്ചപ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ഇത്തരത്തിൽ തന്നെയാണ്. അതായത് CPM-ന് ഒരു അക്കൗണ്ട് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങളാണ് തേടുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസ്. ശരി, സൂരജ് സജിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നുള്ള സൂചന
സൂചനകളുണ്ട്. സൂരജ് സജേദിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിവരശേഖരണത്തിന് CBI സംഘമെത്തി. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് കേരളത്തിലേക്ക് എത്തിയത്. കേസ് CBIക്ക് വിട്ട് അടിയന്തരമായി വിജ്ഞാപനമിറക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണത്തിലെ കാലതാമസം ഇരയ്ക്ക് നീതി കിട്ടാതിരിക്കാൻ കാരണമാകുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ പിതാവ് നൽകിയ ഹർജി ജസ്റ്റിസ് ബച്ചുകുര്യൻ തോമസിന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. കേസ് കേട്ട കോടതി സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി നിരീക്ഷിച്ചു. നിലവിൽ ക്ലറിക്കൽ നടപടികൾ മാത്രമാണല്ലോ ബാക്കിയെന്നും ഇത് അന്വേഷണം ഏറ്റെടുക്കാൻ തടസ്സമാണോ എന്നും ഹൈക്കോടതി ചോദിച്ചു. CBI അന്വേഷണത്തിന് വിജ്ഞാപനമിറക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. CBI അന്വേഷണത്തിനുള്ള ഫയലുകൾ കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തരുത് എന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായും കേരള സർക്കാർ കേസ് അട്ടിമറിച്ചതുകൊണ്ടാണ് ഹർജി നൽകിയതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കി. വളരെയേറെ സ്വാഗതാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഉത്തരവ് പെട്ടെന്ന് വരും എന്നുള്ളത്. അവരതിനെ 10-17 ദിവസം വരെ അവർ മൂടി വെച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയില്ല. ഈ SFI നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും എല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് അവർ പല രീതിയിലും തട്ടിക്കളിച്ചുകൊണ്ടിരുന്നു. കേസിൽ കേന്ദ്ര സർക്കാർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേരളത്തിലെത്തിയത്. സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെയും സഹപാഠികളുടെയും മൊഴിയെടുക്കും. ന്യൂസ് ഡെസ്ക് 24. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ നടപടിക്രമങ്ങൾ വൈകിയതിൽ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടി. DGPയോടാണ് വിശദീകരണം തേടിയത്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, നേരത്തെ ഉണ്ടായ കാലതാമസം, അതുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരായ നടപടി, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ DGPയോട് വിശദീകരണം തേടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നതിന്റെ കാരണം എന്താണ് സലീം? രഞ്ജിത്ത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥന്റെ കേസ് വലിയ തലവേദനയായതാണ്. അത് മാത്രമല്ല, അതിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊരു പരാതിയുമായി സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തിയതും വലിയ നിലയിൽ സർക്കാരിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന വിഷയമാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി തന്നെ DGPയോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് വൈകി, എന്താണ് അതിന്റെ കാരണങ്ങൾ, അത് അടങ്ങിയ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തീർത്തും വിചിത്രമായൊരു നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ആഭ്യന്തര സെക്രട്ടറി ആ നിലയിൽ DGPയോട് വിശദീകരണം തേടുന്നത് തീർത്തും അസാധാരണമായ ഒരു നടപടിയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയാണ് DGP ഇതിന് ഏത് നിലയിലാവും മറുപടി കൊടുക്കുന്നത് എന്നതുൾപ്പെടെ ശ്രദ്ധേയമാണ്. എത്രയും വേഗത്തിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദിവസവും ശ്രദ്ധേയമാണ്. ദില്ലിയിൽ നിന്നുള്ള CBI അംഗങ്ങൾ കേരളത്തിലേക്ക് എത്തി അതിന്റെ അന്വേഷണം ആരംഭിക്കുന്നു എന്ന ദിവസം തന്നെയാണ് ഇതിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. CBI അംഗങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴി ശേഖരണം ആരംഭിക്കുകയും ചെയ്യും. ആദ്യം സിദ്ധാർത്ഥന്റെ സഹപാഠികൾ, ഒപ്പം അതിനുശേഷം മാതാപിതാക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഭൂചലനം. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് ന്യൂയോർക്ക് മേയർ എറിക് ആദംസ് അറിയിച്ചു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെയാണ് ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഭൂചലനം അനുഭവപ്പെട്ടത്. കെട്ടിടങ്ങൾ കുലുങ്ങിയത് മൂലവും വീടുകളൊക്കെ കുലുങ്ങിയത് മൂലവും ജനങ്ങൾ ഭയന്ന് പുറത്തു വരികയുണ്ടായി. 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂജേഴ്സിയിലെ ലെബനൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതിഗതികളെല്ലാം ശാന്തമാണെന്ന് ന്യൂയോർക്ക് മേയർ എറിക് ആഡംസ് പറയുകയുണ്ടായി. അവിടെയും 4.8 തീവ്രതയോടുകൂടിയുള്ള ഈ ഭൂചലനം രേഖപ്പെടുത്തുകയുണ്ടായെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് മേയർ പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്നും അദ്ദേഹം പറയുന്നു. വിമാനത്താവളങ്ങളിൽ നിന്ന് ചില അടിയന്തര സന്ദേശങ്ങൾ പോയതിനെ തുടർന്ന് ചില വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ഫിലാഡൽഫിയ മുതൽ ബോസ്റ്റൺ വരെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 86 പേരുടെ പത്രിക തള്ളി. 204 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത്. പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുടെ ഭീഷണിയുമുണ്ട്. സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇത് 204 ചുരുങ്ങി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. നിലവിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കോട്ടയത്താണ്. 14 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോട്ടയത്ത് അംഗീകരിച്ചു. 5 സ്ഥാനാർത്ഥികൾ മാത്രമുള്ള ആലത്തൂരാണ് ഏറ്റവും കുറവ്.
പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നായിരുന്നു തോമസ് ഐസക് എഴുതിയത്. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്തുവിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. ഇരുവരുടെയും പത്രിക അംഗീകരിച്ചു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായ ഫ്രാൻസിസ് ജോർജ്, ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകൾ തള്ളി. പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമെന്ന UDF പരാതി അംഗീകരിച്ചാണ് പത്രിക തള്ളിയത്. പാലക്കാട് A വിജയരാഘവന്റെ അപരന്റെ പത്രിക തള്ളി. കാസർഗോഡ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരന്റെ പത്രിക അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെയും അപരന്മാരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. വടകരയിൽ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമുണ്ട്. കണ്ണൂരിലും കോഴിക്കോടും ഇരുമുന്നണികൾക്കും അപരഭീഷണിയുണ്ട്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ പത്രിക ഉൾപ്പെടെ 12 പേരുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.